നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോയൽ സിമ്പിൾ അല്ലെങ്കിൽ രാജകീയ ചിഹ്നങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള രാജകീയ ചിഹ്നങ്ങളാണ് നമ്മുടെ ഹസ്തരേഖയിൽ ഉള്ളത്. അപ്പോൾ ഹസ്തരേഖയിൽ ചിലത് തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഭാഗ്യങ്ങൾ നമുക്ക് ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഉടലെടുക്കുന്നതിൽ പലതരം ചിഹ്നങ്ങളെ അപേക്ഷിച്ച് ഓരോ ചിഹ്നത്തിനും ഓരോ പ്രത്യേകതയാണ് നമ്മുടെ ഹസ്തരേഖയിൽ വന്നു കഴിഞ്ഞാലുള്ള മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എന്താണ് കാര്യങ്ങളെന്ന് വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പം നമുക്ക് ഹസ്തരേഖാശാസ്ത്രത്തിൽ രാജയോഗത്തെ സൂചിപ്പിക്കുന്ന പ്രധാന ചിഹ്നങ്ങളുണ്ട്. അവയാണ് നമുക്ക് രാജചിഹ്നങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരാളുടെ കൈപ്പത്തിയിൽ ഇത്തരം അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വലിയ സമ്പത്തും അതുപോലെ അധികാരവും പ്രശസ്തിയും ലഭിക്കുന്ന ഒന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇപ്പം പ്രധാനപ്പെട്ട രാജകീയ ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയൊക്കെയാണ് രാജകീയ ചിഹ്നങ്ങൾ. ഇവയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹസ്തരേഖ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താമര ഒരാളുടെ കയ്യിൽ തെളിഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് രാജകീയ ചിഹ്നം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. രണ്ടാമതായിട്ട് നമുക്ക് മത്സ്യരേഖ നമ്മുടെ ഹസ്തരേഖയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ടും നമ്മുടെ ഹസ്തരേഖയിൽ തെളിഞ്ഞു വരുന്നതായിട്ട് അല്ലെങ്കിൽ ഭാഗ്യം തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നു. മൂന്നാമതായിട്ട് തൃശ്ശൂല ചിഹ്നമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഭാഗ്യരേഖ എങ്ങനെയൊക്കെയാണോ ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു രാജകീയ ചിഹ്നമായിട്ട് നമുക്ക് കണക്കാക്കാം. നാലാമതായിട്ട് കൊടി അല്ലെങ്കിൽ ഫ്ലാഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്വസ്തിക് ചിഹ്നമുണ്ട്, അതുപോലെ ശംഖ്, ഇവയെല്ലാം തന്നെ നമ്മുടെ രാജകീയ ചിഹ്നങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ താമര അല്ലെങ്കിൽ ലോട്ടസ് എന്ന് പറയുന്ന സിമ്പിളാണ് നമ്മുടെ ഹസ്തരേഖയിൽ വരുന്നത്. രണ്ടാമത് മത്സ്യം അല്ലെങ്കിൽ ഫിഷ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ വന്നു കഴിഞ്ഞാൽ മൂന്നാമത് തൃശ്ശൂലം എന്നൊരു സിമ്പിൾ വരുന്നു. കൊടി അല്ലെങ്കിൽ ഫ്ലാഗ് എന്ന് പറയുന്നൊരു സിമ്പിൾ വന്നാലോ, സ്വസ്തിക സിമ്പിൾ വന്നാലോ, ശംഖ് അല്ലെങ്കിൽ കൊഞ്ചിൻ്റെ സിമ്പിൾ വന്നു കഴിഞ്ഞാലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ഹസ്തരേഖയിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താമരയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ലോട്ടസിനെയാണ് നമ്മൾ താമര എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഈ ഒരു താമരയെന്ന് പറയുന്ന ചിഹ്നം നമ്മുടെ ഹസ്തരേഖയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു ചിഹ്നമായിട്ടാണ് നമ്മൾ താമര ചിഹ്നത്തെ കണക്കാക്കുന്നത്. ഇത് വിഷ്ണുയോഗം എന്ന പേരിലും അറിയപ്പെടുന്നു. എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേതൃപാഠവും ലഭിക്കുന്ന ഒന്നാണ് നമ്മുടെ താമര ചിഹ്നം എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമതായിട്ട് മത്സ്യം അല്ലെങ്കിൽ ഫിഷ് എന്ന് പറയുന്ന രേഖ ആയുർരേഖയുടെ അറ്റത്തോ മണിബന്ധത്തിലോ മത്സ്യം എന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നു. ഇങ്ങനെ ഒരു മത്സ്യരേഖ നമ്മുടെ കയ്യിൽ എവിടെങ്കിലും ഒരു രേഖ നമ്മുടെ ഹസ്തരേഖയിൽ ആയുർരേഖയിലോ അല്ലെങ്കിൽ നമ്മുടെ രേഖകളുടെ ഭാഗ്യരേഖയിലോ എവിടെയെങ്കിലും മത്സ്യരേഖ കാണപ്പെടുന്നുണ്ടെങ്കിൽ വിദേശ യാത്രയിലൂടെ നമുക്ക് ഒരുപാട് ധനങ്ങൾ ഉണ്ടാകുന്നെന്നും നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള വലിയ ലാഭം വലിയ സമ്പത്തിനെയും സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നു. അടുത്ത നമുക്ക് മൂന്നാമതായിട്ട് നമുക്ക് തൃശ്ശൂല ചിഹ്നം അല്ലെങ്കിൽ തൃശ്ശൂൽ എന്ന പേരിലായിരുന്ന സിമ്പിൾ ഏതാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് അതിൻ്റെ നേട്ടങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ ചിഹ്നങ്ങളാണ് നമുക്കറിയപ്പെടുക. അപ്പം വ്യാഴത്തിൻ്റെയോ അല്ലെങ്കിൽ ചൂണ്ടുവിരലിന് താഴെയായിട്ട് ശനിയുടെയോ ഏരിയയിലൊക്കെ കാണപ്പെടുന്ന ശൂലം ഷേപ്പിലുള്ള ചിഹ്നം നമുക്ക് പ്രത്യക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അധികാര സൗഭാഗ്യത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഭാഗ്യത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ തൃശ്ശൂല ചിഹ്നം എന്ന പേരിൽ നമുക്ക് അറിയപ്പെടാം. പിന്നെ അടുത്തതായിട്ട് കൊടി അല്ലെങ്കിൽ ഫ്ലാഗ് എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശസ്തിയുടെ അടയാളമാണ് കൊടി അല്ലെങ്കിൽ ഫ്ലാഗ് എന്ന പേരിൽ നമുക്കറിയപ്പെടാം. സമൂഹത്തിൽ വലിയ ബഹുമാനവും സ്ഥാനങ്ങളും ലഭിക്കുവാൻ എന്ത് ചെയ്യുന്നു, ഇത് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സ്വസ്തിക ചിഹ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അപൂർവമായിട്ടുള്ള ചിഹ്നമാണ് സ്വസ്തിക ചിഹ്നം എന്ന് പറയുന്നത്.
പുണ്യപ്രവൃത്തികളിലൂടെ നമ്മൾ പേരും പ്രശസ്തിയൊക്കെ തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് നേടുന്നതിന് കൂടുതലും കാരണമാവുകയാണ് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ ഒരു സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശംഖാണ്. ഏറ്റവും കൂടുതൽ അറിവും വിധിയും വഴി വലിയ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നതിനും ഈ ചിഹ്നം നമുക്ക് എന്ത് ചെയ്യുന്നു, കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ കൊഞ്ച് അല്ലെങ്കിൽ ശംഖ് എന്ന പേരിൽ നമ്മൾ ഈ ചിഹ്നത്തെ അറിയപ്പെടുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം എല്ലാവരും ഉണ്ടായി തീരണം. കാര്യം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കൂടുതലും മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇതുവരെ ഒരുപാട് പേര് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദി. ഒരു കാരണവശാലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒരുപാട് പേര് നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരുപാടൊക്കെ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബൈ.